നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവിഹിതങ്ങൾ കൊണ്ടുപോകാൻ, അവിഹിതങ്ങളുമായി മുന്നോട്ടു പോകാൻ തടസ്സം നിന്ന രണ്ടാം ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തി കൊക്കയിൽ കൊന്നു തള്ളിയിരിക്കുകയാണ് സാം എന്ന വ്യക്തി. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും നടുക്കിയ ഒരു വാർത്തയാണ് പുറത്തു വന്നത്. അതായത് ഈ സാം തന്നെയാണ് താൻ കൊക്കയിൽ കൊന്നു തള്ളി എന്ന് പോലീസിനോട് പറഞ്ഞത്. സാം പറഞ്ഞതനുസരിച്ച് പോലീസ് പരിശോധിക്കുന്നു. കൊക്കയിൽ നിന്ന് ജീർണിച്ച മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തു. കുടുംബ വഴക്കിനെ തുടർന്ന്, അതായത് കുടുംബ വഴക്കെന്ന് പറയുമ്പോൾ അവിഹിതങ്ങൾ സഹിക്കാൻ വയ്യാതെ അതിനെതിരെ ശബ്ദിച്ച ഭാര്യയെ ശ്വാസം മുട്ടിച്ച് വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി കൊക്കയിൽ തള്ളുകയായിരുന്നു സാം എന്ന ദുഷ്ടൻ. കുടുംബ വഴക്കിനെ തുടർന്നായിരുന്നു ഇയാൾ രണ്ടാം ഭാര്യയായ ജെസ്സിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ശ്വാസം മുട്ടിച്ചാണ് ജെസ്സിയെ ഇയാൾ കൊലപ്പെടുത്തിയത്. ഭർത്താവ് സാം കെ ജോർജ് പിടിയിലായി. ഇയാൾ പിടിയിലാകുന്ന സമയത്ത് ഇയാൾക്കൊപ്പം ഒരു ഇറാനിയൻ യുവതിയും ഉണ്ടായിരുന്നു. അതായത് ഈ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷവും ഇയാൾ മറ്റൊരു സ്ത്രീക്കൊപ്പമായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. യാതൊരു ദാക്ഷിണ്യമില്ലാത്ത, യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാത്ത ഒരു കൊലപാതകിയാണ് ഉണ്ടായിരിക്കുന്നത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം പിടിയിലായപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഇറാനിയൻ യുവതിയുമായി ഇയാൾ പലതവണ കാണക്കാരിയിലെ വീട്ടിൽ വന്നിരുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലാണ് അന്വേഷണ സംഘം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വിദേശ വനിതകളുമായി ഇയാൾ വളരെയധികം അടുപ്പം പുലർത്തിയിരുന്നു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വിദേശത്ത് നിന്ന് നാട്ടിലെത്തി ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സിന് MG യൂണിവേഴ്സിറ്റിയിൽ സാം ചേർന്നു. 59-ാം വയസ്സിൽ പഠിക്കാൻ മോഹം തോന്നിയാണ് ഈ ഒരു കോഴ്സിന് ചേർന്ന് പഠനം തുടങ്ങിയത്. ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സ് എടുത്ത് പഠിക്കാൻ സാം തീരുമാനിക്കുന്നു. ഇത് വിദേശ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സാമിനെ സഹായിച്ചിരുന്നു എന്നതടക്കമുള്ള കണ്ടെത്തലുകളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. വിവിധ യുവതികൾ ഇയാൾക്കൊപ്പം വീട്ടിലേക്ക് എത്താറുണ്ട്. ഇതിനെ ചൊല്ലി ജെസ്സി സാമും നിരന്തരം വഴക്കിട്ടിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു ഭാര്യയ്ക്ക് താങ്ങാനാവാത്ത, സഹിക്കാനാവാത്ത കാഴ്ച തന്നെയാണ് തൻ്റെ ഭർത്താവിനൊപ്പം മറ്റൊരു സ്ത്രീയെ കാണുന്നത്. ഇത് മറ്റൊരു സ്ത്രീയെ കാണുന്നത് എന്നതിലുപരി സ്വന്തം വീട്ടിലേക്ക് മറ്റു സ്ത്രീകളെ ഇയാൾ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഇത് ജെസ്സി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഉറപ്പായിട്ടും വഴക്കുണ്ടാകും, ചോദ്യം ചെയ്യലുണ്ടാകും. അത്തരത്തിലുള്ള ചോദ്യം ചെയ്യൽ ജെസ്സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷെ അതൊരു വലിയ വഴക്കിലേക്ക്, കുടുംബ കലഹത്തിലേക്ക് നയിക്കപ്പെടുന്നു. അത് പക്ഷെ ജെസ്സിയുടെ ജീവൻ എടുക്കുമെന്ന് ജെസ്സി ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജെസ്സി കൊല്ലപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പും സമാന രീതിയിൽ ഒരു യുവതിയുമായി സാം വീട്ടിലെത്തി. ഇതേ ചൊല്ലി ഇരുവർക്കും തമ്മിൽ വലിയ രീതിയിലുള്ള വഴക്കുണ്ടാകുന്നു. 2 നില വീട്ടിലെ മുകളിലത്തെ നിലയിലായിരുന്നു ജെസ്സിയുടെ താമസം. കുടുംബ വഴക്ക് കാരണം, അതായത് രണ്ടുപേരും ഒരു വേർപിരിഞ്ഞ മട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ജെസ്സി ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. മക്കളെല്ലാവരും വിദേശത്ത് പോയിരുന്നു. ഇതോടെ ജെസ്സി ഒറ്റയ്ക്കായി. വീടിന്റെ താഴെ ഭാഗത്ത് ജെസ്സിയും മേലെ ഭാഗത്ത് സാമും എന്ന നിലയിലായിരുന്നു വീട്ടിലെ താമസം. ദിവസവും വീട്ടിലേക്ക് വിളിക്കാറുള്ള മക്കൾ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ജെസ്സിയെ വിളിക്കുന്നു, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ തന്നെ മക്കൾക്കൊരു സംശയം തോന്നുന്നു. അങ്ങനെ അവർ പലതവണ വിളിച്ചിട്ടും കിട്ടാതെ വന്നതോടെ സംശയം തോന്നിയാണ് മറ്റുള്ളവരുടെ സഹായത്തോടെ പോലീസിൽ പരാതിപ്പെടുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അരുംകൊല പുറം ലോകത്തേക്ക് അറിയുന്നത്. ജെസ്സിയും സാമും തമ്മിൽ വിവാഹം നടന്നത് ബംഗളൂരിൽ വെച്ചാണ്. പക്ഷേ ഈ വിവാഹം നിയമപരമായിരുന്നില്ല എന്ന പുതിയ വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊരു ഭാര്യയിൽ കുട്ടി പിറന്ന ദിവസമായിരുന്നു ഇരുവരും ബംഗളൂരിൽ വെച്ച് വിവാഹിതരാകുന്നത്. പിന്നീട് ആദ്യ ഭാര്യയിലുള്ള കുട്ടിയെ വളർത്തിയത് ജെസ്സി ആയിരുന്നുവെന്ന് പ്രദേശവാസികൾ അടക്കമുള്ളവർ പറയുന്നുണ്ട്. ജെസ്സിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു സ്ത്രീയെ സാം ജോർജ് വിവാഹം കഴിച്ചിരുന്നു. അവരിൽ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി ഉണ്ടായ ദിവസമാണ് ജെസ്സിയെ വിവാഹം കഴിക്കുന്നത്. ബംഗളൂരുവിലെ വിവേക് നഗറിലുള്ള പള്ളിയിൽ വെച്ചായിരുന്നു ഇരുവരും വിവാഹിതരായത്. ഇരുവരും മാത്രമായിരുന്നു അന്ന് ആ വിവാഹ ചടങ്ങിൽ ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ അടക്കം പുറത്തു വരുന്നുണ്ട്. നിയമപരമായ വിവാഹമായിരുന്നില്ല. ഇതിൽ 2 കുട്ടികളുണ്ട്. ആദ്യത്തെ കുട്ടിയുടെ അമ്മ ആരാണെന്ന് ആ കുട്ടിക്കോ മരിച്ച ജെസ്സിക്കോ അറിയില്ല എന്നാണ് പ്രദേശവാസികളുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. 3 കുട്ടികളെയും അമ്മയായി തന്നെയാണ് ജെസ്സി വളർത്തിയത്. ജനന സർട്ടിഫിക്കറ്റിലും സ്കൂൾ സർട്ടിഫിക്കറ്റിലും പാസ്പോർട്ടിലുമെല്ലാം ജെസ്സി തന്നെയാണ് അമ്മ. ഇരുവരും വിദേശത്തായിരുന്നു. IT മേഖലയിലായിരുന്നു സാമിന്റെ ജോലി. ഡേ കെയർ സ്ഥാപനം നടത്തുകയായിരുന്നു ജെസ്സി. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഇവർ പിന്നീട് നാട്ടിലേക്ക് വന്നു. ജെസ്സിയുടെ പണം ഉപയോഗിച്ച് സാമിന്റെ പേരിലായിരുന്നു കാണിക്കാരിയിൽ വീട് വാങ്ങിയത്. ഇതിലും തർക്കമുണ്ടായിരുന്നു. വീട് തനിക്ക് തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ട് ജെസ്സി കോടതിയെ സമീപിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ വിവാഹമോചനത്തിന് ജെസ്സി കേസ് കൊടുത്തിരുന്നു. തുടർന്ന് 2 നിലകളുള്ള വീട്ടിൽ 2 നിലകളിലായി ഇരുവരോടും താമസിക്കാൻ കോടതിയുടെ നിർദ്ദേശം.
ജെസ്സിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ നിന്ന് 60 കിലോമീറ്റർ ദൂരത്തുള്ള ചെപ്പുകുളം ചക്കുരമാണ്ടിലെ കൊക്കയിൽ തള്ളുകയായിരുന്നു. കാറിൽ ഡിക്കിയിലിട്ടായിരുന്നു ഇയാൾ മൃതദേഹം ചെപ്പുകുളത്ത് എത്തിച്ചത്. പിന്നീട് സാം ബംഗളൂരിലേക്ക് കടന്നതായാണ് വിവരം. ബംഗളൂരിൽ നിന്നാണ് സാമിനെ പിടികൂടുന്നത്. ഈ സമയവും ഇറാനിയൻ യുവതി ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. സംഭവം നടക്കുന്ന ദിവസങ്ങളിൽ ഇറാനിയൻ യുവതി ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് അഭിഭാഷകൻ പറയുന്നത്. ഇവർക്ക് ഈ ഒരു കൊലയിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. വിശദമായ അന്വേഷണം ആ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളിലേക്ക്, അതായത് ഈ സാമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ മാത്രമല്ല, കൊക്കയ്ക്ക് സമീപം നടന്ന പരിശോധനയുടെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. Thank you.